പിന്നെ ഞങ്ങൾക്ക് ഒരു കിടിലൻ മീൻ കറി ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതൊരു കിളിമീനാണ് കിട്ടിക്കണത്. ഒരു 2 മീൻ അതിന് നന്നായിട്ടൊന്ന് സ്ലൈസായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഓണിയനും, ഒരു കുഞ്ഞു ഓണിയൻസാണ് എടുത്തേക്കണത്. ഞങ്ങൾക്ക് ചെറിയ ഓണിയൻ കിട്ടിയാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ഓണിയനൊന്നും കിട്ടാത്തത് കൊണ്ട് ആ വലിയ ഓണിയത്തിൽ കുഞ്ഞ് ഓണിയൻസ് എടുത്തിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊരു അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ മീൻ ഞങ്ങളൊരു എന്താ പറയുക, തേങ്ങ പാലുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് തേങ്ങ നന്നായി തുരുരാന്ന് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ പാലൊന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ആ ചൂടായി കഴിഞ്ഞിട്ട് അതിലൊന്ന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഞങ്ങൾക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഒന്ന് തിളയ്ക്കാറായി, നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇനി ഇതിൽ കടുക് ആഡ് ചെയ്യാൻ പോവാണ്. കടുക് നന്നായിട്ടൊന്ന് കിടക്കിടക്കാന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉള്ളി ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ചുവന്ന ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കറിവേപ്പില ആഡ് ചെയ്യാൻ പോവാണ്. അതെ, സോറി കേട്ടോ, അത് ചുവന്ന മുളകായിരുന്നു, ഞാൻ ചുവന്ന ഉള്ളി എന്നാണ് പറഞ്ഞത്. ഇനി പിന്നെ നന്നായിട്ടൊരു ഇതാന്ന് അറിഞ്ഞ ഉള്ളി ഇടുക. ഒരു 3 ഉള്ളിയൊക്കെ ധാരാളമാണ്. അത് ഞാൻ പറഞ്ഞത് ചെറിയ ഉള്ളിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ട്. പിന്നെ അതിൽ ഇത്തിരി ഒന്ന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ഒന്ന് ആ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചുമ്മാ ചതച്ച് വെച്ചതാണ്, അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിയണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ കറി ഒന്ന് കലക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒന്ന് ഇത്തിരി നന്നായിട്ടൊന്ന് ബ്ലെഡ് ആയിട്ട് ഒരു ഉള്ളിയുടെയൊക്കെ ഇത്തിരി കളർ മാറിയിട്ട് അതിന് ഇപ്പോൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ആ തക്കാളി ഒന്ന് ഇത്തിരി ജ്യൂസി ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്യണത് ഏറ്റവും നല്ലത്. ഒരു കിടലൻ മീൻ കറിക്ക് അതിൻ്റെ കൂട്ടും അതേപോലെ കിടലായിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വരുള്ളൂ. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കഴിച്ചതും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇനി ഞങ്ങൾ മസാലയൊക്കെ ആഡ് ചെയ്യാൻ പോകണം. അതിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരിത്തിരി ഗരം മസാല. ഇതൊക്കെ കൂട്ടിങ്ങനെ കൂടുമ്പോഴാണ് അതിൻ്റെയാണ് ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ. ഇപ്പോൾ ഈ എല്ലാ മസാലയും കൂടി നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആ തക്കാളിയുടെ ജ്യൂസിൽ നന്നായി മിക്സ് ആവണം. പിന്നെ വരുന്ന ഒരു സ്മെല്ലുണ്ട്, ഓ കിടിലൻ ചാനായിരിക്കും. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2ാം പാലാണ്, പാലാണ് കോക്കനട്ട് പാല്. അപ്പോൾ പാലാണ് ആഡ് ചെയ്യാൻ പോണത്. അത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. ഇപ്പം ഒരു 2 പീസ് മീനിൻ്റെ അത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2ാം പാൽ മാത്രമേ പൊഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മസാലേസും ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി പിന്നെ ഇട്ട മസാല എല്ലാത്തിൻ്റെയും അതൊന്ന് നന്നായിട്ടൊന്ന് മീനിലൊന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. സോ ഇപ്പോൾ ഈ മസാലേസ് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒന്ന് അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ പോവാണ്, വച്ച് വയ്ക്കാൻ പോവാണ്. ടെൻറ്റഡാൻ നന്നായിട്ട് തളിച്ചിട്ടുണ്ട്, നമുക്കെന്നെ കാണാമല്ലോ. നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. ഇനി പുളിവെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഇവിടെ കുടംപുളിയൊന്നും കിട്ടിയില്ല, ഇപ്പോൾ കിട്ടിയ പുളിയാണ് ആകെ ഉപയോഗിക്കാൻ പോണത്.
ഓൾറെഡി പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്, അതൊരു വാടൻ പുളിയാണ് കിട്ടിയത്. അപ്പോൾ ആ പുളി വെച്ചിട്ടാണ് കറി ചെയ്യാൻ പോണത്. അപ്പോൾ ആ പുളിവെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വാളംപുളി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത്രയും കൂടി ഒന്ന് ചൂടാട്ടെ, ഒന്ന് ഇത്തിരി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒന്ന് അടിച്ച് ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ലോ ഫ്ലെയിമിലാണ് ഒന്ന് ഇത്തിരി നന്നായി തിളയ്ക്കേണ്ടത്. എന്നാലാണ് ആ ഒരു കറിയിലെല്ലാം ഒന്ന് പിടിക്കുള്ളൂ. ഒന്ന് എന്താ പറയുക, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ശരിക്കും ഒന്ന് കേരള മീൻസിലൊക്കെ എന്താ പറയുക, ചട്ടിയിലാണ് വയ്ക്കേണ്ടത്. പക്ഷെ ഇവിടെ ചട്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് അതാണ് ഞങ്ങൾക്ക് പാനന് കിട്ടിയുള്ളൂ. ചട്ടിയിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇനി അതിലിഞ്ഞ് ഇത്തിരി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ഹാഫ് പിഞ്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മസാല ഉപ്പെന്നൊക്കെ പറയണം നിങ്ങളുടെയൊക്കെ ഓരോരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ ആയിരിക്കും. ഒത്തിരി പേർക്ക് നല്ല എരിവ് ഇഷ്ടമായിരിക്കും, ഒത്തിരി പേർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഉപ്പ് വേണം, ഒത്തിരി ഉപ്പ് കമ്മിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉപ്പ് കമ്മിയായിട്ട് കഴിക്കണമെന്നാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം. അതുവരെ നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയുണ്ട്. ഇനിയിപ്പോൾ ഒന്നാം പാലാണ് ആഡ് ചെയ്യാൻ പോണത്. ഇനി ഒന്ന് ഇത്തിരി നേരം കൂടി ഒന്ന് കുറുകട്ടെ നന്നായിട്ട്. അത് തന്നെ നമ്മളെ മീൻ കറി റെഡിയായി. കിടിലൻ സ്മെല്ലും ഉണ്ട്, ഒരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇനി ഒരു ചൂടാ ചോറും ഒരു എന്താ പറയുക, ഒരു പൊള്ളിച്ച മീൻ ഫ്രൈയും ഒരു മീൻ കറിയും കൂടി കിടിലൻ ഊണായിന്ന്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ എണ്ണയൊക്കെ കണ്ടില്ലേ, കണ്ടോ, തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വെന്ത്. ഇനി ഒന്ന് മീനൊന്ന് മറിച്ചിടുക. അതൊന്ന് സൂക്ഷിച്ചിടണം കേട്ടോ, പൊട്ടിപ്പോകാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ കണ്ടു കഴിഞ്ഞാൽ മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഒന്ന് അടച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇത്തിരി കൂടി തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മാറ്റാം. ഇപ്പം നന്നായിട്ട് മീൻ തിളച്ച് അതിൻ്റെ എന്താ പറയുക, എണ്ണയൊക്കെ സൈഡിൽ കൂടെ നന്നായിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുക. ഇപ്പം നമ്മളെ കിടില മീൻ കറി റെഡിയായി. ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്, ബാച്ചുലേഴ്സിനും എല്ലാവർക്കും. ആ താഴത്തൊരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് ചിരിക്കുക. കണ്ടില്ലേ, എനിക്കറിയാം എല്ലാവരും വായനൊന്ന് വള്ളം വെന്തെന്ന് അല്ലേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സത്യം പറയല്ലേ, എനിക്കിരിക്കും സൂപ്പർ ടേസ്റ്റാണ്. കിടിലൻ അടിപൊളി മീൻ കറി. സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ട് വിചാരിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റായിട്ട് മീൻ കറി വരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്.
ബാച്ചുലേഴ്സിന് ആർക്കും വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ, കിട്ടില്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റും ചെയ്തിട്ട് പറയണേ. താങ്ക് യു.